ചില പ്രത്യേക ആവശ്യങ്ങളിൽ നമ്മൾ കടബാധ്യതകളും പ്രതിസന്ധികളും തടസ്സങ്ങളും വരുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് യെശയ്യാ 45:2-3 ഞാൻ നിനക്കു മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധന ശേഖരവും ഞാൻ നിനക്ക് തരും. ഈ വചനം എൻ്റെ മേലും എന്നെപ്പോലെ പ്രതിസന്ധികൾ, കടബാധ്യതകൾ, തടസ്സങ്ങൾ മൂലം വിഷമിക്കുന്ന എല്ലാവരിലേക്കും ഞാൻ അയക്കുന്നു. കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞിട്ട് കർത്താവിൻ്റെ കണ്ണുകൾ നീതിമാന്മാരുടെ നേരെയും അവൻ്റെ ചെവികൾ അവരുടെ പ്രാർത്ഥനയ്ക്കു നേരെയും തുറന്നിരിക്കുന്നു. തിന്മ പ്രവർത്തിക്കുന്നവരിൽ നിന്ന് അവിടുന്ന് മുഖം തിരിക്കുന്നു. 1 പത്രോസ് 3:12 ഈ വചനം ചൊല്ലണം. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ തടസ്സങ്ങളും കടബാധ്യതകളും നമ്മളിൽ നിന്ന് ദൈവം എടുത്തു നീക്കും. ഇത് 33 പ്രാവശ്യം വിശ്വാസത്തോടെ ചൊല്ലുക.